അത്ര ഭീകരമായിരുന്നു തെലങ്കാനയിലെ അഴിമതി എന്ന് പറയുന്നത്. ഈ അഴിമതി കണ്ട് ജനങ്ങളോട് പൊറുതിമുട്ടി എന്നുള്ളതാണ് പൊറുതിമുട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് മുമ്പിൽ അവതരിച്ച ഒരു രക്ഷകനായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രേവന്ത് റെഡ്ഡി. അദ്ദേഹം ആദ്യം തെലങ്കാന PCCയുടെ പ്രസിഡന്റായിട്ട് എത്തുന്നു. അവിടെ ഒരുപാട് പദയാത്രകൾ, അതായത് ഡോക്ടർ രാജശേഖർ റെഡ്ഡി ചെയ്തതുപോലെ തന്നെ ഒരുപാട് പദയാത്രകൾ നടത്തുക, ജനസമ്പർക്ക പരിപാടികൾ നടത്തുക, അവിടെയുള്ള ആളുകളെ കൂടുതലായിട്ട് കോൺഗ്രസിലേക്ക് അടുപ്പിക്കുന്നതിലൊക്കെ അദ്ദേഹം വളരെ വിജയം കണ്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ അദ്ദേഹം അധികാരത്തിൽ വന്നത്. തുടർന്ന് അദ്ദേഹം വളരെ ജനകീയനായിട്ട് മാറുന്ന ഒരു കാഴ്ച കണ്ടിരുന്നു. കാരണം അവിടെയുള്ള ജനങ്ങൾ, തെലങ്കാനയിലെ ജനങ്ങൾ ഈ കടുംവെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേമാതിരി അഴിമതി നടക്കുന്ന മറ്റൊരു സ്ഥലമില്ല ഇന്ത്യയിൽ. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് അങ്ങനെയുള്ള അവിടെ താമസിക്കുന്ന ആളുകൾ ഇതിൽ നിന്നൊരു മോചനം ആഗ്രഹിച്ചിരുന്നു. ആ മോചനം ആഗ്രഹിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രേവന്ത് റെഡ്ഡി സർക്കാർ, അത് കോൺഗ്രസ് അവിടെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുകയും അധികാരത്തിലെത്തുകയൊക്കെ ചെയ്തത്. എന്നാൽ ഇപ്പോഴവിടുത്തെ അവസ്ഥ എന്താണ്? ഈ ചന്ദ്രശേഖർ റാവുവിന്റെ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നോ തെലങ്കാന ഉണ്ടായിരുന്നതിൽ അതിലും കഷ്ടമായിട്ട് ഉള്ളൊരവസ്ഥയിലാണ് ഇപ്പോൾ തെലങ്കാന മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഈ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ, താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാർ, വില്ലേജ് ഓഫീസർമാർ, താലൂക്ക് ഓഫീസർമാർ, ഇവർക്കൊക്കെ ടാർജറ്റ് കൊടുത്തേക്കാണ്. പോലീസിന് ടാർജറ്റ് കൊടുത്തേക്കാണ്. അഴിമതി നടത്തി ആ അഴിമതി പണം രാഷ്ട്രീയ നേതാക്കളുടെ കൈവശം എത്തിക്കാൻ വേണ്ടിയിട്ട്. എന്തിനെതിരെയാണോ അവിടെ കോൺഗ്രസും രേവന്ത് റെഡ്ഡിയും പടവെട്ടിയിരുന്നത് അതൊക്കെ ഇന്ന് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രേവന്ത് റെഡ്ഡി സർക്കാർ ഒരു പരാജയമായിട്ട് മാറുകയും വരുന്ന തെരഞ്ഞെടുപ്പിൽ അവിടെ BRS തിരിച്ചു വരുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണേണ്ടി വരും. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇതുപോലെ ഉണ്ടാവും. പല പല വകുപ്പുകളോടൊക്കെ ഏതെങ്കിലുമൊക്കെ ജില്ലാ സമ്മേളനങ്ങളും സംസ്ഥാന സമ്മേളനങ്ങളും നിയോജക മണ്ഡല സമ്മേളനങ്ങളും ഒക്കെ നടക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പിരിച്ചു തരാൻ വേണ്ടിയിട്ട് കേരളത്തിലുള്ള രാഷ്ട്രീയക്കാരും മോട്ടോർ വെഹിക്കിൾമാരെയും അതോടൊപ്പം തന്നെ എന്താ പറയുക വില്ലേജ് ഓഫീസർമാരെയൊക്കെ ഉപയോഗിക്കാറുണ്ട്. അത് പണ്ടായിരുന്നു. തെലങ്കാന പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ നിൽക്കുന്നത്. അത് കൂടാതെ അവിടെ നടക്കുന്ന മറ്റഴിമതികളുണ്ട്. ഗവൺമെന്റ് കോൺട്രാക്റ്റുകളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ വൻ അഴിമതികളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇതിനെയൊക്കെ ഇപ്പൊ വീണ്ടും അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അഡ്രസ് ചെയ്യാൻ വേണ്ടി പോകുന്നു ഈ BRSന്റെ യുവ നേതാവായിട്ടുള്ള ഈ KT രാമറാവ് അഡ്രസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിനെ എങ്ങനെ കോൺഗ്രസ് അതിജീവിക്കും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് കൺമുമ്പിൽ നിൽക്കുകയാണ്. കോൺഗ്രസ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അഴിമതിക്കെതിരെ സമരം ചെയ്ത് അധികാരത്തിൽ എത്തിയതിനു ശേഷം ഈ അഴിമതി തന്നെ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പണ്ടുണ്ടായിരുന്ന അഴിമതിയേക്കാൾ വലിയ അഴിമതി കാണിക്കുന്ന ഒരു രീതിയിലേക്ക് കോൺഗ്രസ് ഗവൺമെന്റും നേതാക്കന്മാരും ഒക്കെ പോയി കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന അവസ്ഥ വളരെ ഗുരുതരമായിരിക്കും. ഈ രേവന്ത് റെഡ്ഡി കേരളവുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരാളാണ്. കേരളത്തിൽ ഇപ്പോൾ KC വേണുഗോപാലിന്റെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹമായിരിക്കും മുഖ്യാതിഥി. ഇപ്പോൾ ഈ കഴിഞ്ഞ MP-യുടെ സ്റ്റുഡൻസിനുള്ള എക്സലൻസ് അവാർഡിന്റെ ഒക്കെ വിതരണത്തിന് അദ്ദേഹം എത്തിയിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളിലും രേവന്ത് റെഡ്ഡി കേരളവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, KC വേണുഗോപാലിനെയാണ് അദ്ദേഹം നേതാവായി കണ്ടിട്ടുള്ളതെന്നും ഈ തെലങ്കാനയിൽ അധികാരത്തിലെത്താൻ വേണ്ടിയിട്ടും അദ്ദേഹത്തിന്റെ ഉപദേശ നിർദ്ദേശങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നൊക്കെയാണ് വളരെ പരസ്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ അഴിമതിയുടെ കാര്യത്തിലും ആരാണ് ഇദ്ദേഹത്തിന് ഉപദേശം നൽകിയിരിക്കുന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ടൊരു പരിശോധന ആവശ്യമാണ്. അവിടെ അഴിമതി നടക്കുന്നു എന്നുള്ളതൊരു ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്ന ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. അത് തിരുത്തിക്കൊണ്ട് മുൻപോട്ട് പോകാനായിട്ട് കോൺഗ്രസിന് സാധിക്കണം. അതല്ലാത്ത പക്ഷം അടുത്ത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയിൽ ഒരു വൻ പരാജയമായിരിക്കും കോൺഗ്രസിനെ കാത്തിരിക്കുന്നത്.